ബിസിനസ് റിസർച്ച് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ റിസർച്ചിന്റെ മീനിങ്, ഡെഫിനിഷൻസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വീഡിയോ ഇതിന്റെ ഒരു ബേസ് ആണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ആദ്യമായിട്ട് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിസർച്ചറുടെ ക്വാളിറ്റീസ് എന്തൊക്കെ, അതേപോലെ തന്നെ ഒരു നല്ല റിസർച്ചിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെ, നമ്മൾ റിസർച്ച് വർക്ക് എന്തിനാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ, റിസർച്ചർ റിസർച്ച് നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മോട്ടിവേഷൻ ആൻഡ് റിസർച്ച് ആണ്. അതായത് ഒരു വ്യക്തി എന്ത് കാരണം കൊണ്ടാണ് റിസർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസർച്ച് വർക്ക് ഏറ്റെടുക്കുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ 5 റീസൺസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പറയുന്നത് ഡിസയർ ടു ഫേസ് ദി ചാലഞ്ചസ് ഇൻ സോൾവിങ് അൺസോൾവ്ഡ് പ്രോബ്ലംസ്. അതായത് ചില ആളുകൾക്ക് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വളരെ താല്പര്യം ഉണ്ടാവും. അതിലൂടെ അതിന് പ്രശ്ന പരിഹാരം കണ്ടെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളും ഒരു വ്യക്തിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചാലഞ്ചിങ് ആയിട്ട് ഒരു സിറ്റുവേഷനെ നമ്മൾ ചാലഞ്ചിങ് ആയിട്ട് ഏറ്റെടുക്കുകയും ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതും ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ റിസർച്ചിലോട്ട് വരുന്ന ആളുകളുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റിസർച്ച് ഡിഗ്രി ആഗ്രഹിച്ചുകൊണ്ട് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. PhD, എൻ്റെ പേരിന് മുൻപിൽ ഒരു ഡോക്ടർ എന്നുള്ള പദവി, അതിനു വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്. അതും റിസർച്ചിലോട്ട് ഒരു വ്യക്തിനെ മോട്ടീവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. മറ്റൊന്ന് വരുന്നത് ഒരു വ്യക്തിയുടെ ഇന്റലക്ച്വൽ ജോയ്, ഒരു ആത്മസംതൃപ്തിക്ക്, ഞാൻ എൻ്റെതായിട്ട് പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നലിന് വേണ്ടിയിട്ട്, ഞാനൊരു ഇന്ന സമൂഹത്തിനെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിനെ കുറിച്ച് പഠനം നടത്തി, അതിനെക്കുറിച്ച് ഞാൻ മാത്രമേ പഠനം നടത്തിയിട്ടുള്ളൂ, എൻ്റെ പഠനം ഗവൺമെന്റിനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരുപാട് ഉപകാരമായി, അവരുടെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഒരു എൻ്റെ പഠനമാണ് അതിന് ആധികാരികമായിട്ടുള്ളത് എന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ചിലർ റിസർച്ചുകൾ നടത്താറുണ്ട്. അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് പറഞ്ഞത് ഡിസയർ ടു ബി ഓഫ് സർവീസ് ടു സൊസൈറ്റി, സമൂഹത്തിന് സേവനം ചെയ്യുക. എൻ്റെ ഒരു പഠനം സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ ഒരു പഠനം നടത്തുക. ഞാൻ നടത്തുന്ന പഠനം നാളെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് എൻ്റെ സൊസൈറ്റിക്കായിരിക്കണം. അത്തരത്തിലുള്ള ഇന്റൻഷനുകളും ചില വ്യക്തികളുടെ റിസർച്ചിലോട്ട് കൊണ്ടെത്തിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്നത് ഡിസയർ ടു ഗെറ്റ് റെസ്പെക്റ്റബിലിറ്റി. ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ചില റെസ്പെക്റ്റുകൾ ഉണ്ട്. ആ വ്യക്തിനെ കുറിച്ചിട്ട് സൊസൈറ്റിയിലുള്ള ഒരു ഇംപ്രഷൻസ്, അതായത് സൊസൈറ്റിയിലുള്ള ഒരു ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു 5 ഫാക്ടേഴ്സ് ആണ് ഒരു വ്യക്തിനെ റിസർച്ചിലോട്ട് പ്രധാനമായിട്ടും മോട്ടീവ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ 4 ഇമ്പോർട്ടൻസാണ് പറയുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ്. നമ്മൾ റിസർച്ചിന്റെ മീനിങ്ങിൽ തന്നെ പറഞ്ഞു, സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതായിരിക്കണം റിസർച്ചറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ആയിട്ട് പറയുന്നത് ഹെൽപ്പ് ഇൻ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ്. രണ്ടാമത്തത് പറഞ്ഞത് യൂസ്ഫുൾ ഫോർ ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഒരു റിസർച്ച് സൊസൈറ്റിയിലെ വ്യത്യസ്ത വിഭാഗം ആളുകൾക്ക് ഉപകാരപ്പെടും. അത് ഹെൽത്ത് മേഖലയിലാവാം, എഡ്യൂക്കേഷൻ മേഖലയിലാവാം, എക്കോണമി മേഖലയിലാവാം, എൻവയോൺമെന്റ് മേഖലയിലാവാം, ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാവാം. അങ്ങനെ പല സൊസൈറ്റിയിലുള്ള പല സെക്ഷൻസിന് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും റിസർച്ച്. അപ്പൊ അതാണ് റിസർച്ചിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. മൂന്നാമത് ടു ഹെൽപ്പ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ്, നമ്മുടെ നാട്ടിലുള്ള വ്യവസായങ്ങളെ സഹായിക്കുക. ദെൻ അതിൽ ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച് ആയിരിക്കും ഈ ഒരു മേഖലയിൽ നടത്തുന്നത്. അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട്, അതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്, അവരുടെ എംപ്ലോയീസിനെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇത്തരം പഠനങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡസ്ട്രിയൽ കൺസേൺസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും. മറ്റൊന്ന് പറഞ്ഞത് ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ ഗവൺമെന്റ് പോളിസി. നമ്മൾ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നത് വെറുതെ ഒരു ഓവർനൈറ്റ് ഡിസിഷൻസ് എടുക്കുന്നതല്ല. അതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ വരുന്നതിന്റെ പിറകിൽ അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പല ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഒരു റിസർച്ചിന്റെ ബേസിലാണ് ഗവൺമെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. പല വ്യക്തികളുടെ പഠനങ്ങളും ഗവൺമെന്റിന്റെ നല്ല നല്ല തീരുമാനങ്ങൾ, പുതിയ ഡിസിഷൻ ആ മേഖലയിൽ എടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം 4 കാരണങ്ങൾ കൊണ്ട് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്,
സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റിക്ക് അത് ഹെൽപ്ഫുൾ ആണ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് തീരുമാനങ്ങൾ എടുക്കാനും ഡിസിഷൻസ് എടുക്കാനും ഈ റിസർച്ച് ഹെൽപ്ഫുൾ ആയി വരാറുണ്ട്.